ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്തായാലും എല്ലാവരും ടാസ്ക്കൊക്കെ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയെന്നറിയാം. അപ്പോൾ ഇന്ന് 18ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ടാസ്ക് നമ്മൾ ഡെക്കറേറ്റീവ് ഐറ്റംസ്, അതുപോലെ തന്നെ ഷോക്കേസിലിരിക്കുന്ന പ്ലേറ്റുകൾ, ട്രോഫി, ആ ഐറ്റംസൊക്കെയാണ് ഒതുക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഷോക്കേസിൽ നോക്കിയാൽ കാണാം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കുട്ടികൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ ആ ഈ ഒരു ഷോക്കേസുള്ളൂ. അതിൽ പാത്രങ്ങളും കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഡെക്കറേഷൻ ഐറ്റംസ്, ട്രോഫി, അതൊക്കെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഷോക്കേസിൽ എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ക്ലീൻ ചെയ്യുക. ആവശ്യമില്ലാത്തത് നമുക്ക് മാറ്റണം. അതുപോലെ ഡെക്കറേഷനായിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന ഐറ്റംസാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. ഷോക്കേസിലാവണമെന്നില്ല, സ്ലാബിൻ്റെ മുകളിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ഒതുക്കുന്നത്. അപ്പോൾ ഷോക്കേസിനുള്ളിൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 സ്റ്റെപ്പ് പോലെ നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഇഷ്ടികയുടെ പീസ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് അത് 2 അറ്റത്തും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പീസ് പ്ലൈവുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കാൻ നമുക്ക് ഇഷ്ടമുള്ളത്. അതിൻ്റെ മേലെ ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് നീളത്തിൽ ഞാൻ മുറിച്ച് അതുപോലെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 3 സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയെടുത്തേക്കാണ് അപ്പോൾ സാധനങ്ങൾ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ക്ലീനിങ് തുടങ്ങാം. അപ്പോൾ മുകളിലത്തെ ഷെൽഫിലും ഇതേപോലെ തന്നെ ചെയ്തിരിക്കണേ 2 സ്റ്റെപ്പായിട്ട് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ആയിട്ടുണ്ട്. ആകെ 3-4 എണ്ണം ഉള്ളൂ. കാരണം ഓരോരുത്തർ ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ തന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും അത് വെക്കുകയാണ്. അപ്പോൾ ഈ കുടം എടുത്തപ്പോൾ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ പ്രതിമയുടെ തല ഒടിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒട്ടിക്കണം. പിന്നെ ഈ പ്രാവിൻ്റെ ഈ ഡെക്കറേഷൻ അതാകെ ഒന്ന് മുഷിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകണം. കാരണം കുറച്ചായി അത് ബാക്കിലിരിക്കുന്ന കാരണം തീരെ എടുക്കുന്നില്ല. അപ്പോൾ അതിനായിട്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കാണ്. അപ്പോൾ ട്രോഫികളെല്ലാം ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ പ്രതിമയുടെ തലയൊക്കെ പൊട്ടിപ്പോയിട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒട്ടിച്ച് വെച്ചു. ഈ പ്രാവിനെ ഞാൻ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ടൂത്ത് പേസ്റ്റ് കുറച്ച് ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്തിട്ടാണ് കഴുകിയത്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു ടൂത്ത് പേസ്റ്റ് ഇങ്ങനെ ക്ലീനിങ്ങിന് ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ഇതുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അതപ്പോൾ സക്സസ് ആയി. എന്തായാലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതേ കുട്ടികൾ കൊണ്ടിട്ട് കുറേ ടോയ്സ് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കുറച്ച് ഗ്ലാസ്സൊക്കെ ഞാൻ മാറ്റി ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ അതേ പഴയ പോലെ തന്നെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഒതുക്കി. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഷെൽഫ് മെയിൻ ഞങ്ങളുടെ കിച്ചണിലുണ്ട്. ഇതേപോലെ തന്നെ പാത്രങ്ങൾ വെച്ചിട്ട് ഇത് ഞങ്ങളുടെ ഡൈനിങ് റൂമിലുള്ള ഒരു ഷോക്കേസാണ്. ആകെ 2 എണ്ണം ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനത് ഒതുക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും മറക്കാണ്ട് ഇന്ന് പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തുടയ്ക്കുക. എന്തെങ്കിലുമൊക്കെ ചീത്തയാണെങ്കിൽ മാറ്റുക. അല്ലെങ്കിൽ ഷോക്കേസിൽ ഉള്ളൊക്കെ എടുത്ത് നന്നായി ഒതുക്കിയെടുക്കുക. അപ്പോൾ പുതിയ ടാസ്ക് ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.